ഹായ്, വില്ലേജ് സ്പേസിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എല്ലാവർക്കും സുഖമല്ലേ? ഇന്ന് വളരെ സിമ്പിളായിട്ട് ഒരു ഐറ്റം നമ്മൾ ചെയ്യുന്നത്. വേറെ ഒന്നുമല്ല, ഇച്ചിരി വെജിറ്റബിൾ സൂപ്പ്. ഒരുപാട് ഐറ്റങ്ങളൊന്നും ഇല്ലാതെ ചെയ്ത ഒരു 3-4 ഐറ്റം കൊണ്ട് ഒരു നല്ല സൂപ്പ് എങ്ങനെ ചെയ്യുന്നതെന്ന് നോക്കാം. ക്യാപ്സിക്ക, ബീൻസും, ഒരു ക്യാരറ്റ്, ഒരു തക്കാളി, ഇത് കുറച്ച് വെള്ളരിക്ക, പിന്നെ ക്യാബേജ്. അപ്പോൾ നമ്മളെ സൂപ്പിന് ഇത്ര സാധനങ്ങളേ ഉള്ളൂ. അപ്പോൾ ഇതുകൊണ്ട് തന്നെ ചെയ്തെടുക്കാന്നുള്ളൂ. ഒരു ചെറിയ കഷ്ണം വെള്ളരിക്ക, ഇതിൻ്റെ കുരു എല്ലാം കളഞ്ഞ് വൃത്തിയാക്കിയതാണ്. ഒരു ക്യാരറ്റ്. ഇപ്പോൾ ഇത് ക്യാരറ്റൊക്കെ നമ്മളൊന്ന് ചീകി വൃത്തിയാക്കി എടുത്താണ് കേട്ടോ, കഴുകിയൊക്കെ എടുത്താണ്. ഇനി ഈ ബീൻസും ഒക്കെ അങ്ങോട്ട് അരിച്ചെടുക്കുക. ചിലർക്ക് ചില പച്ചക്കറി ഒന്നും ഇഷ്ടമാണ് അല്ലേ, അങ്ങനെയുള്ളവർക്ക് അതൊക്കെ ഒഴിവാക്കിക്കോണം. നിങ്ങൾക്ക് ഇഷ്ടമുള്ള പച്ചക്കറിയൊക്കെ ചേർക്കാവുന്നതാണ്. അപ്പോൾ ഈ അരിഞ്ഞ് വെച്ചിരിക്കുന്നതൊക്കെ നമുക്ക് ഈ കുക്കറിനകത്ത് ഇട്ട് കൊടുക്കാം. ഒരു തക്കാളി, തക്കാളി ചേർത്ത് കഴിഞ്ഞതിന് ശേഷം ഒരു ചെറിയ കഷ്ണം കാബേജ്, ഇത്ര മതി. അതുകൂടെ ഈ കുക്കറിനകത്തോട്ട് ഇട്ടു കൊടുക്കും. ഇനി വേണ്ടത് കുറച്ച് ഉപ്പ് പൊടി, അതുകൂടെ ഇട്ട് കൊടുക്കും. എന്നിട്ട് എല്ലാം കൂടെ ഇളക്കി. മഷ്റൂമൊക്കെ ഉണ്ടാക്കി നല്ല കേട്ടോ, അതുകൂടെ ഉണ്ടാക്കി ചേർക്കാവുന്നതാണ്. എൻ്റെ കയ്യിൽ അത് ഇല്ലാത്തതുകൊണ്ടാണ് ഞാൻ ചേർക്കുന്നത്. അതുതന്നെ കോളിഫ്ലവറും ഒക്കെ ചേർക്കാവുന്നതാണ്. അപ്പോൾ ഈ സൂപ്പിന് പച്ചക്കറിയൊക്കെ എടുക്കുമ്പോൾ നല്ല വൃത്തിയായിട്ട് കഴുകി എടുത്തിട്ട് വേണം എടുക്കാനായിട്ട്. ഇനി ഇതിന് കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുക്കും. കാരണം ഇതൊന്ന് വേകാനായിട്ടാണ് നമ്മൾ ആദ്യമേ കുറച്ച് വെള്ളം ഒഴിക്കുന്നത്. ഒരല്പം വെള്ളം ഒഴിച്ചതിന് ശേഷം നമുക്ക് ഇതൊന്നും കൂടി വെക്കാം. ഇവിടെ ഇരിക്കട്ടെ. ഇനി അടുപ്പൊക്കെ സെറ്റപ്പ് ചെയ്യട്ടെ. അടുപ്പൊക്കെ റെഡിയാക്കിയതിന് ശേഷം നമുക്ക് ഈ കുക്കർ അടുപ്പത്തോട്ട് വെച്ച് കൊടുക്കാം. ഒരു 2 വിസിൽ, അത് കൂടുതൽ വേണ്ട, 2 വിസിൽ അടിച്ചതിന് ശേഷം നമുക്ക് തുറന്ന് നോക്കാം. അത് വേഗണം, അതാണ് ഉദ്ദേശം. രണ്ടാമത്തെ വിസിലടിക്കാൻ പോവാണ്. 2 വിസിലടിച്ചിട്ടുണ്ട്. ഇങ്ങനെ നിർത്താം. ഒരുപാട് വെള്ളം ഒഴിച്ചു കഴിഞ്ഞാൽ ഒത്തിരി സ്പ്രേ ചെയ്യും. അതുകൊണ്ട് വെള്ളം കുറച്ചാണ് ഞാൻ ഒഴിച്ചിരുന്നത്. ഇനി ഇത് തണുക്കട്ടെ. ഇപ്പോൾ നമ്മൾ തണുക്കാൻ വേണ്ടി വെച്ചിരുന്നതാണ്. ഇപ്പോൾ തണുത്താണ്, നോക്കാം. പ്രഷറൊക്കെ പോയിട്ടുണ്ട്. എല്ലാവരും തണുത്തിട്ടുണ്ട്. ഇപ്പോൾ അത്യാവശ്യമൊക്കെ വെന്ത് കാണും. അതെ, ഇപ്പോഴൊക്കെ വെന്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതേപോലെ ഒരു അരിപ്പ എടുത്തിട്ട് ഇതൊന്ന് അരിച്ചെടുക്കാം. ഈ വെന്ത വെള്ളം നമുക്ക് ആവശ്യമുണ്ട്. ഇതിവിടെ ഇരിക്കട്ടെ. ഇത് നമ്മൾ അടുപ്പ് ഒന്നുകൂടെ കത്തിച്ച ശേഷം ഒരു ചീനച്ചട്ടിയോ ഒരു കുടുവെള്ള ഏതെങ്കിലും ഒരു പാത്രമോ ഒന്ന് അടുപ്പത്തോട്ട് വെച്ച് കൊടുക്കുക. നമ്മുടെ കടായി ഒന്ന് ചൂടായി വരുമ്പോഴത്തേക്കും ഇതേപോലെ കുറച്ച് ബട്ടറോ സൺഫ്ലവർ ഓയിലോ ഒക്കെ ചേർക്കാവുന്നതാണ്. ആ ബട്ടർ ഒന്ന് അലക്കട്ടെ. ഇത് നമുക്ക് ഇതിനകത്തോട്ട് ഒരു 5-6 വെളുത്തുള്ളി ഇതേപോലെ ചെറുതായിട്ടൊന്ന് അരിച്ച് വെച്ചിരിക്കുന്നു, അതങ്ങോട്ട് ഇട്ട് കൊടുക്കാം. കൂട്ടത്തിൽ ഒരു 5-6 കൊച്ചുള്ളിയും കൂടെ ഒന്ന് ചതച്ചെടുത്താണ്, അതുകൂടി ഇട്ട് കൊടുക്കുക. ഇതൊന്ന് ഇളക്കി. കൊച്ചുള്ളി വേണമെങ്കിൽ നമ്മൾ പച്ചക്കറി അരിഞ്ഞ് കുക്കറിൻ്റെ അകത്തിടുന്ന കൂട്ടത്തിൽ തന്നെ വേണമെങ്കിൽ അങ്ങനെ ചെയ്യാം. പക്ഷേ ഇതിങ്ങനെ ചെയ്യുമ്പോഴത്തേക്കാണ് കുറച്ചുകൂടെ ടേസ്റ്റ് കിട്ടുന്നത്. ഈ ഉള്ളിയും വെളുത്തുള്ളിയൊക്കെ ചെറുതായിട്ടൊന്ന് കടിക്കണം, അതിനു വേണ്ടിയാണ് ഞാൻ ഇങ്ങനെ ചെയ്തത് കേട്ടോ. അപ്പോൾ ഈ ഉള്ളിയും വെളുത്തുള്ളിയുടെ ആ ഒരു പച്ചച്ചുവ ഒന്ന് മാറിയ ശേഷം
നമുക്ക് ഈ പച്ചക്കറി അങ്ങോട്ട് ഇട്ട് കൊടുക്കാം. ഇതിനകത്ത് നമുക്കൊന്നുകൂടെ ചെറുതായിട്ടൊന്ന് വഴറ്റിയെടുക്കണം. ഒരല്പം കുരുമുളക് പൊടി, ചവച്ച് വെച്ചിട്ട് കുരുമുളക് പൊടി അങ്ങോട്ട് ഇട്ട് കൊടുക്കാം. അതിന് ശേഷം ഒന്ന് ഇളക്കി കൊടുക്കും. നമ്മളൊക്കെ ഉപ്പിട്ടാണ് ഈ പച്ചക്കറിയൊക്കെ വേവിച്ച് വെച്ചിരിക്കുന്നത് കേട്ടോ. ഇനിയിപ്പോൾ അതിൻ്റെ അകത്ത് ഉപ്പ് ചേർക്കേണ്ട കാര്യമൊന്നുമില്ല. പോരാളിക്ക് വല്ലതും ഉണ്ടോ മാത്രം ചേർത്ത് കൊടുത്താൽ മതി. അപ്പോൾ ആ ബട്ടറിൻ്റെ അത് കിടന്ന് ഒന്ന് വഴറ്റിയെടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ അരച്ച് വെച്ചിരിക്കുന്ന വെള്ളം, പച്ചക്കറിയുടെ ആ വെള്ളം തന്നെയാണ് അതങ്ങോട്ട് ഒഴിച്ച് കൊടുക്കുക. ഇനി നമുക്ക് 1/2 ടീസ്പൂൺ അളവിൽ കോൺഫ്ലവറാണ്, അതൊരു ഗ്ലാസ്സിനകത്തോട്ട് ഇട്ട് കൊടുക്കാം. അതിന് ശേഷം ഒരല്പം വെള്ളം അങ്ങോട്ട് ഒഴിച്ച് കൊടുക്കുക. പച്ചവെള്ളമാണ്. കാലയ്ക്ക് ഇനി ഒന്ന് ഇളക്കി കൊടുക്കുക. ഇതേപോലെ ചെറിയ തിള വരുമ്പോഴത്തേക്കും ഈ കോൺഫ്ലവർ കലക്കിയത് നമുക്ക് അങ്ങോട്ട് ഒഴിച്ചു കൊടുക്കുക. അതിന് ശേഷം ഒന്ന് ഇളക്കി കൊടുക്കുക. കോൺഫ്ലവർ ചേർക്കുന്നതിനാണ് കുറച്ച് ഒന്ന് ടൈറ്റായിട്ടിരിക്കാൻ വേണ്ടിയിട്ടാണ്. അതല്ലാതെ താല്പര്യമുള്ളവർക്ക് ചേർക്കാമെന്നാണ്. ഇല്ലെങ്കിൽ കുഴപ്പമൊന്നുമില്ല കേട്ടോ, ടേസ്റ്റിനൊന്നും ഒരു കുഴപ്പമില്ല. ഇപ്പോൾ കോൺഫ്ലവറൊക്കെ ചേർത്തല്ലേ, ചെറുതായിട്ടൊന്ന് തിളക്കട്ടെ. ഇതേപോലെ ചെറുതായിട്ടൊന്ന് തിളയ്ക്കുന്നുണ്ട്. അപ്പോൾ തിളച്ചതിന് ശേഷം അടുപ്പങ്ങ് നിർത്താം. പിന്നെ വേറെ കാര്യമുണ്ട്, ഇതിന് ടേസ്റ്റ് ചെയ്ത് നോക്കണം. ഉപ്പോ ഇച്ചിരി കുരുമുളകൊക്കെ വേണമെന്നുണ്ടെങ്കിൽ ആവശ്യത്തിന് ചേർക്കാവുന്നതാണ് കേട്ടോ. ഇപ്പോൾ നല്ല അടിപൊളിയായിട്ട് നമ്മൾ വെജിറ്റബിൾ സൂപ്പ് ചെയ്തിട്ടുണ്ട്. സൂപ്പിൻ്റെ ഒരു കോമ്പിനേഷൻ എന്ന് പറഞ്ഞാൽ ഉപ്പ്, എരിവ്, പുളി, ഇതൊക്കെയാണ് അതിൻ്റെ ഒരു രസകരമായിട്ടുള്ള കൂട്ട് കേട്ടോ. അപ്പോൾ ഞാൻ പറയാൻ കാര്യം എന്ന് വെച്ചാൽ ഞാൻ തക്കാളി ഒരെണ്ണം ഇട്ടിട്ടുണ്ട്. അതുകൊണ്ട് ഞാൻ നാരങ്ങ നീരൊന്നും ചേർക്കേണ്ട കാര്യമൊന്നുമില്ല. ഏതായാലും അത്യാവശ്യം ഉപ്പ്, എരിവും, പുളിയും ഒക്കെ ഉണ്ട്. നല്ല ടേസ്റ്റോട് കൂടി തന്നെ ഉപയോഗിക്കാവുന്നതാണ്. ഇപ്പം നമ്മുടെ ചാനലിനകത്ത് കുറേ ദിവസങ്ങളായിട്ട് ഒരു സുഹൃത്ത് സൂപ്പ് ഉണ്ടാക്കുന്ന കാണിക്കണം എന്ന് പറഞ്ഞായിരുന്നു കേട്ടോ. അപ്പോൾ അത് ഓർമ്മയിലുണ്ടായിരുന്നു. ഒരു സന്ദർഭം കിട്ടാഞ്ഞിട്ടാണ് അത് ചെയ്യാൻ. ഇപ്പോൾ അത് റെഡി ആയിട്ടുണ്ട്. പിന്നെ പല ഐറ്റങ്ങളും കൊണ്ട് സൂപ്പ് ഉണ്ടാക്കും അല്ലേ, നല്ലതാണ്. എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു ഐറ്റമാണ് സൂപ്പെന്ന് പറഞ്ഞാൽ. തീർച്ചയായിട്ടും വെജിറ്റബിളൊക്കെ മാത്രം കഴിക്കുന്ന ആൾക്കാരുണ്ട്, അവർക്കൊക്കെ പറ്റിയ ഒരു ഐറ്റമാണ്. ഒരുപാട് കാശോ ചിലവൊന്നുമില്ല. ചെറു ചൂടോട് കൂടി തന്നെ സൂപ്പ് കുടിക്കുക നല്ലതാണ് കേട്ടോ. പ്രത്യേകിച്ച് കുട്ടികൾക്കൊക്കെ ആണെങ്കിലും കൊടുക്കാൻ നല്ലതാണ്. പിന്നെ ഒരു കാര്യമുണ്ട്, വീഡിയോ ഒക്കെ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. വേറെ വീഡിയോയിൽ പെട്ടെന്ന് വരാം. ബൈ.